നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്രീൻ സൈബർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാം ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അൽമനാമ ഗ്രീൻ സൈബർ മാർക്കറ്റിലാണ് ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കാൻ വരുന്നത്. ഞങ്ങൾ എത്തിയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു വൈകുന്നേര സമയത്താണ്. ശരിക്കും ഈ ഒരു ദിനം ഓരോ ദിവസങ്ങൾ ഓരോ സ്പെഷ്യൽ ഡേയിലൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒത്തിരി ഓഫേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരുപാട് പേര് വരുന്ന ഒരു എന്താ പറയുക വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് കൂടിയാണ് ഗ്രീൻ സൈബർ മാർക്കറ്റ്. അപ്പോൾ ഇവിടെയുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മത്സരാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ, പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് എത്രത്തോളം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഗ്രീൻ സൈബർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ഗ്രീൻ സൈബർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ടീം നമുക്കൊന്ന് പരിചയപ്പെടാം. പെട്ടെന്ന് നമസ്കാരം. ഭയങ്കര പേടിയുണ്ടാ? പേടിയൊന്നുമില്ലല്ലോ. പേര് പറ. ആദിഷ്. എത്രയല്ല പഠിക്കണേ? 7th പഠിക്കുന്നു. എവിടെ പഠിക്കുന്നു മോൻ? സെന്റ് മൈക്കിൾസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ? എങ്ങനെയാണ് ക്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് പോകണം? അപ്പോൾ എക്സാമിൻ്റെ ഒക്കെ സമയം വരാറായില്ലേ? ഇനി എപ്പോഴാണ് തുടങ്ങണേ? എക്സാമൊക്കെ എപ്പോഴാണ് തുടങ്ങി? ഇപ്പം സ്റ്റഡി ക്ലാസ് എക്സാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. ഓക്കെ. പഠിക്കാനൊക്കെ മിടുക്കനാണോ? ഇഷ്ടമില്ലാത്ത വിഷയതാ? കുറച്ച് പിറകോ? മലയാളത്തിൽ പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമില്ല, പക്ഷേ ഇഷ്ടമല്ല. മലയാളം പ്രശ്നമൊന്നുമില്ല, പക്ഷേ ചെറുതായിട്ട് ഇഷ്ടമല്ല. അത് അതിന് സ്പെഷ്യൽ ട്യൂഷൻ അങ്ങനെ ഒന്നും പോകുന്നുണ്ടോ? ഇല്ല, വീട്ടിൽ നിന്നുള്ള പഠിപ്പ് മാത്രം അല്ലേ? നമസ്കാരം. ചേട്ടൻ്റെ പേര്? ശ്രീജേഷ്. സ്വദേശം എവിടെയാണ്? തോട്ടട. എന്താണ്, ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? ഫോട്ടോഗ്രാഫിയാണ്. ഇവിടെ സ്റ്റുഡിയോ എവിടെയാണ്? കണ്ണൻ സ്റ്റുഡിയോ. ഏത് സ്റ്റുഡിയോ പേര്? കണ്ണൻ സ്റ്റുഡിയോ. കാൾടെക്സിൻ്റെ അടുത്ത്. ഒരു 40 വർഷത്തോളമായി അവിടെ. ഓക്കെ. 40 വർഷമായിട്ട് ചേട്ടൻ തന്നെയാണോ അവിടെ? അച്ഛനായിരുന്നു. ഓക്കെ. അച്ഛൻ ഫാദറിന്റെ പേരാണ്? ശ്രീധരൻ. ഓക്കെ. 40 വർഷമായി. കാൾടെക്സിന്റെ ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത്? ചേംബറിന്റെ ഭാഗത്താണ്. ശരി. ഇപ്പൊ അതിനുശേഷം പിന്നീട് നമ്മുടെ കണ്ണൂരിൽ ഒരുപാട് സ്റ്റുഡിയോകളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ? ഈ പഴമയുടെ ആ ഒരു പുതുമ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? പഴമയുടെ ആ ഒരു സൗന്ദര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്? കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് വേറൊരു സംഭവം നമുക്കറിയാം. ഈ പണ്ട് കാലത്തെ പേരുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങൾ കല്യാണി, മീനാക്ഷി, നാരായണി എന്നുള്ളൊരു പേരുകളൊക്കെ ആയിരുന്നു. കാലഘട്ടം ഒരുപാട് മാറിയപ്പോൾ ഈ പേരുകളൊക്കെ മൊത്തത്തിൽ നമ്മുടെ ഭൂമത്തുനിന്ന് മൊത്തം പോയി. പക്ഷേ ന്യൂജൻ കാലഘട്ടത്തിൽ ഈ നാരായണി, കല്യാണി, മീനാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകൾ വീണ്ടും വരാൻ തുടങ്ങി. ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ പേരുകൾ ഇടാൻ തുടങ്ങി. അതുപോലെ ഒരു പഴയ ഒരു കാലഘട്ടം ഇനി തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഫോട്ടോഗ്രാഫിക്കിന്റെ ഒരു സ്റ്റൈല് അന്വേഷിച്ച് വരാനുണ്ട്. ഇപ്പോൾ ചെറിയത് ആ പുതിയ ഇതൊന്നും മാറിയിട്ട് നമുക്ക് പഴയതിലേക്ക് തന്നെ പോകണമെന്ന്. എനിക്ക് 2 ദിവസം മുമ്പ് തന്നെ ഒരാൾ വന്നു, എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു 20 വർഷം മുമ്പ് എടുത്ത വീഡിയോ ആണ്, അന്നത്തെ ഔട്ട്ഡോർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേം പോയി നമുക്കൊന്ന് ചിത്രീകരിക്കണം, എന്നിട്ടൊന്ന് പഴയ പാട്ട് തന്നെ എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ണൂരിലെ ആൾ തന്നെയാണ്? വെളിയിലെ അതിനടുത്ത് അഞ്ചരക്കണ്ടിലെ ആളാണ്. അപ്പോൾ പഴയത് വേണമെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ തേടി വരുന്നുണ്ട്. വരും. കാരണം അതാന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ജോലിയിൽ ഒരു ഭയങ്കരമായ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട് അല്ലേ? ഇപ്പം സേവ് ദ ഡേറ്റ് ഒക്കെ കാലഘട്ടമാണ്. അത് ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ കോലത്തിലൊക്കെയാണ് പോകുന്നത്. പക്ഷെ വേറെയുണ്ട്, കാലഘട്ടം മാറുമ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റങ്ങൾ വരണം. ഇപ്പൊ കല്യാണത്തിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടോ? ഇപ്പോൾ കോവിഡിന് ശേഷം ഒരു മാറ്റം വരുന്നുണ്ട്. ന്യൂജനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒന്ന് താഴെപ്പെട്ട ഒരു അല്ല, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ അല്ലേ? ശരി. ഓക്കെ. എവിടെ ഒരു സ്റ്റുഡിയോ മാത്രമേ ഉള്ളൂ? വേറെ എവിടെയെങ്കിലും? അനുജന് തോട്ടടയിൽ കണ്ണൻ സ്റ്റുഡിയോ, ദേശം കോളേജിന്റെ അടുത്ത്. ശരി. മകൻ എങ്ങനെയാണ് ഫോട്ടോഗ്രാഫിക് മേഖലയിലൊക്കെ? കണക്കില് ഭയങ്കരമാണ്. സ്കൂളിലൊക്കെ ടോപ്പാണ്. മലയാളത്തിൽ മാത്രമേ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ? അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഫോട്ടോഗ്രാഫി ഇഷ്ടമാണോ മോനെ? അല്ല, അങ്ങനെയല്ല. ഈ ഒഴിവ് കിട്ടുന്ന സമയത്ത് സ്റ്റുഡിയോയിലൊക്കെ പോയി ഇരിക്കാറുണ്ടോ? ശരി. അപ്പോൾ ഇവിടെ പർച്ചേസിങ്ങിന് 2 മാത്രമേ വന്നിട്ടുള്ളൂ. സാധാരണ ഇങ്ങനെ ഇപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നേക്കണം. ഇവിടെ തന്നെ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. 5 മിനിറ്റാണ് സമയം. ഇവർക്ക് 2 പേർക്കുള്ള ട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ നേരെ സ്ട്രെയിറ്റ് പോകും, ഒരാൾ ഇടത് ഭാഗത്തേക്ക് പോകും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ ഗ്രീൻ സൈബർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നും എന്ത് വേണമെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. 5, 4, 3, 2, 1, 0. ഇവർ 2 പേര് നിങ്ങളുടെ കൂടെ വരും. ഓക്കെ. അപ്പം മെല്ലെ പോയിട്ട് പർച്ചേസ് ചെയ്തു 2 ഭാഗത്തായിട്ട് കേട്ടോ. പൊക്കം. റെഡി.
കൊണ്ട് അച്ഛനും മോനും പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഇത്രയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. എല്ലായിടത്തിനും ഒന്നും നോക്കിയില്ല അല്ലേ? കുഴപ്പമില്ല. ഇതൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയല്ലേ? ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ പർച്ചേസ് ചെയ്യാറ്? വാങ്ങിക്കാറുണ്ട്. ശരി. അപ്പോൾ ആദ്യം നമുക്ക് മകൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മോൻ്റെ പേരൊന്നുകൂടി പറഞ്ഞേ. ആദിഷ് അല്ലേ? വീട്ടിൽ നിന്ന് എന്ത് വിളിക്കും ആദിഷിനെ? ആദിക്കുട്ടാന്ന് വിളിക്കുമോ? അപ്പോൾ ആദിക്കുട്ടൻ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ MRP റേറ്റാണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. ആള് 5 മിനിറ്റാണ് ഇവർക്ക് സമയം കൊടുത്തിരിക്കുന്നത്. അച്ഛനും മകനും മത്സരിച്ചു. 5 മിനിറ്റ് കൊണ്ട് ആദിഷ് പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ MRP റേറ്റാണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. ഓക്കെ. 2282 രൂപക്കാണ് ആദിഷ് സാധനം പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ചേട്ടാ, 2282 രൂപക്കാണ് ആദിഷ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനം MRP റേറ്റ് എത്രയാണെന്നാണ് കൂട്ടി നോക്കുന്നത്. 2282 മോൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റാണ്. ഇനി നമ്മളെ ചേട്ടൻ്റെ പേരൊന്നുകൂടി പറഞ്ഞേ. ശ്രീജേഷ്. അപ്പോൾ ശ്രീജേഷ് ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനത്തിൻ്റെ MRP റേറ്റ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇതൊക്കെ മകൻ എടുക്കേണ്ട സാധനമായിരുന്നു അല്ലേ? അത് മാറി. ശരി. 2882 രൂപയ്ക്ക് ആദിഷ് പർച്ചേസ് ചെയ്തു. ഇനിയുള്ളത് ശ്രീജേഷി പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനത്തിൻ്റെ MRP റേറ്റാണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. 3774 രൂപയ്ക്കാണ് ചേട്ടൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. 3774 പ്ലസ് 2282 കൂട്ടിയേക്കുള്ളൂ. 6056 രൂപയ്ക്കാണ് നിങ്ങൾ രണ്ടുപേരും 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 6056. അവിടെയും അച്ഛൻ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6056 എന്നാണ് നിങ്ങളുടെ റേറ്റ് വന്നിരിക്കുന്നത്. 5 മിനിറ്റ് സമയം കൊണ്ടുള്ള പർച്ചേസിങ്. ഓക്കെ. അപ്പോൾ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഈ ഒരു കാർഡിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു എൻവലപ്പിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളത് മോനെ നോക്കാം. 6050. അതിൻ്റെ ഉള്ളിലൊരു കവറുണ്ട്, ഒരു പേപ്പറുണ്ട്. ആ പേപ്പർ ഇങ്ങോട്ട് എടുത്തോളൂ. അവർ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഒരു 4500 അല്ലെങ്കിൽ 5000 ആ റേറ്റിലായിരിക്കും വരുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 6056 നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ്. എനിക്ക് വേണ്ടത് ഈ റേറ്റ് എന്ന് പറയുന്നത് 4000 to 4500 എന്നുള്ള റേറ്റാണ് ഇതിൽ എൻവലപ്പ് എഴുതി. പക്ഷേ നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 6056 രൂപയ്ക്കാണ്. കുറച്ചല്ല, 1-2000 രൂപ കൂടി പോയി. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പോകാം. പ്രോത്സാഹന സമ്മാനം 2 പേർക്കും. ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കാം. മലയാളം കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. മലയാളമല്ലേ നമ്മുടെ എല്ലാം. ഇനിയിപ്പോൾ ഉള്ള എല്ലാ ജോലികൾക്കും മലയാളം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ജോബാണെങ്കിലും മലയാളം നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സന്തോഷം. അപ്പോൾ ജോലിയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ആ പഴമയുടെ ഒരു പുതുമ വീണ്ടും വരട്ടെ. അങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത ടീം, ഫൈനൽ ടീം. നമസ്കാരം. 2 പേർക്കും. പേരെന്താണ്? നിദാൻ. എവിടെ? സ്ഥലം എവിടെയാണ്? മുണ്ടയാട്. ഇവിടെ പഠനം എവിടെയാണ്? പഠനം പള്ളിക്കുന്ന് ശ്രീപുരം സ്കൂളാണ്. എങ്ങനെ ക്ലാസ്സൊക്കെ ഇന്ന് കഴിഞ്ഞോ? ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ? നമുക്കിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. പ്രാക്ടിക്കൽസ് അത് കഴിഞ്ഞ്. അത് കുഴപ്പമില്ല. പ്രാക്ടിക്കൽ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. തിയറിയാണ് ബുദ്ധിമുട്ട്. ശരി. ഇന്നെന്താ എന്തിന്റെ പ്രാക്ടിക്കൽ ആയിരുന്നു? ഇന്ന് കമ്പ്യൂട്ടറിന്റെ പ്രാക്ടിക്കൽ. ഓക്കെ. ക്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് പോകണ്ടല്ലോ? ക്ലാസ് അടിപൊളിയായിട്ട്. സ്വന്തം സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ? മുണ്ടയാടാണ്. നമസ്കാരം. പേരെന്താണ്? റെന്നി. എവിടെയാണ്? അലവിലാണ്. ഒരേ ക്ലാസ്സിൽ തന്നെയാണോ? ഒരേ ക്ലാസ്സിൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ശ്രീപുരം സ്കൂൾ വന്നതിന് ശേഷമുള്ള പരിചയമാണോ അല്ലെങ്കിൽ മുന്നേ പരിചയമാണോ? കളിക്കൂട്ടുകാർ എന്നൊക്കെ പറയുന്ന രീതിയിൽ? ശ്രീപുരത്ത് ചെറുതിലെ ഒരുമിച്ച് തന്നെയുണ്ട്. വെരി ഗുഡ്. ഓക്കെ. എങ്ങനെയുണ്ട് അവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു ശ്രീപുരം സ്കൂളിന്. അടിപൊളിയായിട്ട് മാറ്റങ്ങൾ വന്നു. അത് ശ്രീപുരം സ്കൂളിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പഠനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ ഈ കുട്ടികളുടെ കലാവാസനകളൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാറ്. അതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഏതൊക്കെ പരിപാടിക്ക് പങ്കെടുക്കാറുണ്ട്? ഡാൻസ്, സിനിമാറ്റിക്. അത് ഞാൻ ഇരുന്നിപ്പോൾ കളിപ്പിക്കൂലല്ലോ അല്ലേ? താങ്കളോ? സ്പോർട്സിൽ ചെയ്യാറുണ്ട്. സ്കൂൾ എങ്ങനെയാണ്? സ്പോർട്സിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? സ്പോർട്സ് അടിപൊളിയാണ്. ഏതൊക്കെ കാര്യത്തിലാണ്? സ്പോർട്സിൽ ഏത് ഐറ്റം? സ്പോർട്സ് ഞാൻ ചെയ്യുന്നതോ? സ്കൂളിന്റെ ഒരു എല്ലാത്തിലും ലോങ് ജമ്പ് ഉണ്ട്, ഷോർട്ട് പുട്ട്, റണ്ണിങ് പല വിധത്തിലുള്ള റണ്ണിങ് ഉണ്ട്. റണ്ണിങ് പഠിക്കണം. അതാണ് ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഭവം. ഓക്കെ. ഇവിടെ എന്ത് സാധനം പർച്ചേസ് ചെയ്യാൻ വന്നേക്കണേ? കുറെ സാധനങ്ങൾ, വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ. അതിന്റെ ലിസ്റ്റ് ഒക്കെ കിട്ടിയോ? അല്ലെ വാട്സാപ്പിൽ അയച്ചു തന്നോ? ഫോണിൽ പറയുന്നുണ്ടായിരുന്നു. ശരി. അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താങ്കൾ കൂടെ വന്നിരിക്കുന്നത്. ശരി. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ കാര്യം പറ. ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് ഇവിടെ ഇപ്പം സമയം എത്ര മണിക്ക് വന്നു? ഇവിടെ
5 മിനിറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചിലപ്പം മിനിമം ഒരു അരമണിക്കൂറൊക്കെ എടുക്കും അല്ലേ? ഒന്നിങ്ങനെ സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ ഒന്നിങ്ങനെ കറങ്ങിയിട്ടൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. ശരി, പിന്നെ വീട്ടിൽ നിന്ന് തരാത്ത ലിസ്റ്റ് നമ്മുടേതായിട്ടുള്ള ലിസ്റ്റ് വേറെ ഉണ്ടല്ലോ, അതിൻ്റെ ആ പൈസ ലിസ്റ്റ് അവിടെ കൂട്ടി കൊടുക്കും വീട്ടിൽ. നമ്മൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ 2 പ്രിയപ്പെട്ട കൂട്ട് ഒന്നുകൂടി റെനി നിദാൻ. അപ്പോൾ ഇവർ 2 പേരാണ് മത്സരിക്കാൻ പോകുന്നത്. 5 മിനിറ്റ് സമയം. അപ്പം ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ. 5 4 3 2 1 0. 5 മിനിറ്റ് സമയമുണ്ട്. സാവധാനം എടുത്താൽ മതി. ഓക്കെ. അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ആളുടെ ഈ MRP റേറ്റ് ആണ്, പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റത്തെ കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ റേറ്റ് എത്രയായിരുന്നു? 1338 രൂപയ്ക്കാണ് കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പേരൊന്നുകൂടി പറഞ്ഞേ. റെനി പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനത്തിൻ്റെ MRP റേറ്റ് കൂട്ടാൻ പോവാണ്. $1338 നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തത്. റെനി പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 1525 റെനി. വലിയ കുഴപ്പമായിരിക്കും, കുഴപ്പമൊന്നുമില്ല. 1833 ഇപ്പോഴത്തെ റേറ്റ്. 1983 ഏതാണ്ട് എത്രയാവും ഈ ഒരു ടോട്ടൽ റേറ്റ്? എത്ര വരാൻ സാധ്യതയുണ്ട്? 3500 കൂടുതലാണ്. 3000. ഓക്കെ. 4606 4661 കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. മോൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 1331 പ്ലസ് 4661. ഒന്ന് കൂട്ടി നോക്കി. പ്ലസ് 4661 ഒന്നുകൂടിയാണ് നമുക്ക് 6000 അങ്ങ് ഇതാക്കുക. 5999. ബാറ്റ ചെരുപ്പിനൊക്കെ പൈസ പറയാറില്ലേ, അതുപോലെ 5999 രൂപയ്ക്കാണ് നിങ്ങൾ 2 പേരും കൂടി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. വാ, ഇനി നമ്മുടെ ഇത് ഈ കവറിൽ എത്രയാണ് എഴുതിയിട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. 5999 പേപ്പറില്ലേ? ഉണ്ട്. 5999 ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ്. നമ്മുടെ എൻവലപ്പിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്
3000 to 3500 എന്നുള്ള റേറ്റാണ്. അതുകൊണ്ട് ഗെയിമൊന്ന് ഔട്ടായി, എന്തായാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ പർച്ചേസ് ചെയ്ത് 5999 രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, സന്തോഷം. എന്തായാലും മത്സരിച്ചല്ലേ, അതിന് വലിയ കാര്യം. നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മൾ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട്. ഓക്കെ, ഹാപ്പി ആണല്ലോ? മത്സരിച്ച് ജയിച്ചില്ലെങ്കിൽ എന്തിരി സുഖല്ലേ? അപ്പോൾ കാണാം. സന്തോഷം, നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വില കുറവിലൂടെ, ഓഫറിലൂടെ ലഭിക്കുന്ന കണ്ണൂരിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് ഫാമിലിയും അതുപോലെ തന്നെ സൗഹൃദങ്ങളൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ, പഠനം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആൾക്കാർ, അങ്ങനെ നമുക്ക് ആവശ്യമായ പഠനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാം ഓരോ ദിവസവും സ്പെഷ്യൽ ഓഫറുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സ്ഥാപനമാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ്. ഇവിടെ വെച്ചിട്ട് അൽമനാമ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പ്ലസ് ഓർ മൈനസ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ, ബൈ.